ഹരി ജാദുകുമാർ ജഗന്നാഥ് 5-13. കുട്ടികളെല്ലാവരും ഒരു കൈയടിക്കണം. അമേരിക്കൻ കമ്പനിയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ പ്രത്യേകം തയ്യാർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ തരം പേന. ഈ പേന കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, ആധാരം എഴുതാം, ലവ് ലെറ്റർ എഴുതാം. മാത്രമല്ല ഞങ്ങളുടെ കമ്പനിയുടെ പ്രചരണാർത്ഥം ഈ പേന ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരുന്നു. നിങ്ങൾക്ക് ഇത് വാങ്ങി വളച്ചു നോക്കാം, ഒടിച്ചു നോക്കാം, പൊട്ടിച്ചു നോക്കാം, എഴുതി നോക്കാം. ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു, വളയില്ല, ഒടിയില്ല, പൊട്ടില്ല, എഴുതില്ല. എഴുതും എഴുതും എഴുതും. മാത്രമല്ല ഇതുകൊണ്ട് പ്രേമലേഖനം എഴുതി മൃഗത്തിന് കൊടുത്താൽ മൃഗം പോലും നിങ്ങളെ പ്രേമിക്കുമെന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഈ പേന ഞങ്ങളുടെ കമ്പനി ആവശ്യാർത്ഥം വളരെ തുച്ഛമായ വിലയ്ക്ക് ഏതാനും ബീഡികളുടെ കാശിന് വേണ്ടി നിങ്ങൾക്ക് ഇതാ ഞങ്ങൾ ലേലം ചെയ്ത് വെക്കുന്നു. കൂടുതൽ ആവശ്യക്കാർക്ക് വാങ്ങാം. 10 പൈസ. 10 പൈസ. എത്ര? 25 പൈസ. എന്താ പേര്? എന്റെ പേരാ ഗോപാലൻ. ഗോപാലൻ 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 നിർലോഭമായി പണവുമായി 15 പൈസ. 30. നിനക്ക് എന്ത് തന്നെ സുഖാടി? നിന്റെ അന്തേന്ന് കാണട്ടെ. കള്ളും കുടിച്ച് ചെള്ളു അരിച്ച് നടക്കുന്ന നിനക്ക് ആരാടാ പെണ്ണ് തരുന്ന? എന്റെ മകളെ കേട്ടാൻ രാജകുമാരന്മാര് വരടാ, രാജകുമാരന്മാർ. കിങ് ഓഫ് ദി മീനിങ് കിങ്. ആശാനെ, ആശാന്റെ പുറക്ക് പെട്ടിയും തൂക്കി കുറെ നാളുകൊണ്ട് ഗോവാലെ നടക്കില്ലേ, അങ്ങനെ അങ്ങ് തഴയാതെ. എന്റെ മോളെ കെട്ടാന്ന് വിചാരിച്ച ആരും പെട്ടി ചുമന്ന് നടക്കേണ്ടവരുടെ ആവശ്യമില്ല. മൈ ഡിയർ ഗോപാല, പെട്ടി അവിടെ വെച്ച് യു ഗോ ഔട്ട്സൈഡ് പ്ലീസ്. ആശാന് ആശാൻ നല്ല ഫിറ്റ്. പിടറാ പിടറാ. ആശാൻ 10 കുപ്പി അടിച്ച ആശാന്റെ മൂക്കൊന്നും വേർക്കൂല. അത് കളാ. കള്ളും കുടിച്ചോണ്ട് എങ്ങാണ്ട് കിടക്കുകയായിരിക്കും. എനിക്ക് വിശക്കണോ, ഞാൻ വല്ലതും കഴിക്കാൻ പോവാ. കുഞ്ഞിനൊന്നും കഴിച്ചില്ലല്ലോ, ഈ പാല് കുടിക്ക്. എനിക്ക് വേണ്ട. ശാരദ കുഞ്ഞ് പെറ്റെന്നേ ഉള്ളൂ. എന്റെ മടിയിൽ കിടന്നാണ് കുഞ്ഞ് വളർന്നത്. കുഞ്ഞിനൊന്നും കഴിക്കാതെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. എന്റെ കുഞ്ഞിത് കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പെറ്റമ്മയല്ലല്ലോ, എനിക്ക് മക്കളുമില്ല. ഞാൻ പട്ടിണി കിടന്നാൽ ആർക്കാ ഛേദം? എന്റെ സ്നേഹം ആർക്ക് വേണം? എന്നെ സ്നേഹിക്കാൻ ആരാ? എന്റെ കുഞ്ഞു കുടിക്ക. രാധമുനക്ക് കോപം ആകാദി മോളെ, രാധമുനക്ക് കോപം ആകാദി മോളെ. Silence please. Don't talk please. മോളെ, മോളെ രാധേ. അല്ല, നീ എന്തിനാടി പെണ്ണെ എന്നെ നോക്കണത്? ഞാൻ കുടിപ്പിച്ചതല്ല, ആശാൻ തനിയെ കുടിച്ചതാ. എന്റെ പൊന്നും മോളിങ് വന്നേ. അച്ഛന് എന്നൊരു തെറ്റ് പറ്റി, ക്ഷമിക്കടി മോളെ. നീ മേല അച്ഛൻ കള്ള് കൈകൊണ്ട് തൊടൂല. ഡോൺ ടച്ചബിലിറ്റി. അച്ഛൻ മോക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, മോള് തിന്നോ. എനിക്ക് വേണ്ട. പെണങ്ങാതടി മോളെ, എന്റെ പൊന്നു മോളല്ലേ മോളെ.
ആ മോള് പോയി അച്ഛന്റെ ചോറ് രണ്ടായിട്ട് വിളമ്പണം. മിസ്റ്റർ ഗോപാലിനും ഉണ്ണണം. പോ മോള് പോ. ഡോണ്ട് വെരി പോ. ഹായ് സിറ്റ് ഡൗൺ. നീ അരിഞ്ഞോടി പെണ്ണെ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ആശാൻ സമ്മതിച്ചിട്ടുണ്ട്. കല്യാണമോ? അതെന്താ? എങ്ങനാടി ഞാനത് പറയുന്നത്? കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു. കല്യാണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലേടി, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ രാത്രിയില് നീ ഇതുപോലെ പായിടും. അപ്പോ ഞാൻ ഇച്ചിരി അമ്മനെ അടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. കൊള്ളു നടന്നു. നീ പോണ്ടടി, ഇവിടെ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കിടക്കാം. അയ്യോ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് കിടന്നാലേ ഉറക്കം വരും. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിലേ അങ്ങ് വന്ന് കിടക്ക്. കൊള്ളാം. ഇവിടെ ഒന്ന് പതുങ്ങിയിരിക്കണോ? ദീപേട്ടനെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ചേട്ടന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അമ്മാവും വല്ലതും പറഞ്ഞോ? ഞാൻ വന്നിട്ട് ഇതുവരെ അച്ഛൻ എന്നോട് മിണ്ടിയിട്ട് പോലും ഇല്ല. അമ്മാവനൊരു ഭയങ്കരനാ. ചേട്ടനൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കേ. അമ്മയെ കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. അച്ഛൻ ഇങ്ങനെയും. എനിക്ക് ആരുമില്ല സന്ധ്യ. ചേട്ടൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാനില്ലേ, എന്റെ അമ്മയില്ലേ. ചേട്ടൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. എനിക്ക് വേണ്ടി ആരും സങ്കടപ്പെടണമെന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഒറ്റയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കൊണ്ടാ ആവശ്യമില്ലാത്തൊക്കെ തോന്നുന്നത്. വാ ചേട്ടാ, നമുക്ക് നീന്തൽ മത്സരം കാണാൻ പോവാം. ഞാൻ വരുന്നില്ല. വാ ചേട്ടാ. നീ പോയിക്കോ. വരാൻ. ഭയങ്കര മഴ. നമുക്ക് മഴ കുറഞ്ഞിട്ട് പോകാം.